അപ്പൊ നമ്മളത് യാത്രയിലാണ്. നമ്മളെ വീട്ടിൽ നിന്ന് പോന്നു. ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ, കുറെ ഉണ്ട്. ഇപ്പൊ ഓരോന്നോരോന്നിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് അങ്ങാടിപ്പുറത്താണ് കേട്ടോ, പെരിന്തൽമണ്ണ. അപ്പൊ ഇന്നലെ നമ്മളെ വിശേഷത്തിൽ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ പോയിരുന്നുണ്ട്. അപ്പൊ നമ്മള് എത്തിയിട്ടില്ല, നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല. നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിട്ട്. അതെ, നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ രണ്ടമ്മമാരും ഉണ്ട്, അപ്പൂസ് ഉണ്ട്, സന്തോഷേട്ടനും. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ചേച്ചിമാരെയൊക്കെ കൂട്ടിയിട്ടാണ് വരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ടാൾക്കും പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്തായാലും പോയേക്കാം അല്ലേ. നമ്മളെ വീഡിയോ കാണുന്ന ഒരാളെ കണ്ടു, ഇറങ്ങിയപ്പോ തന്നെ കണ്ടു, ഫസ്റ്റ് കണ്ടു. ഇനി നമ്മള് ഒരുപാട് ആൾക്കാരെ കാണും തോന്നുന്നുണ്ട് അല്ലേ. നല്ല തിരക്കാട്ടോ, ഇറങ്ങാനും വണ്ടി ഇവിടെ തന്നെ. ഇത് പേ പാർക്കിംഗ് ആണ്, എന്നിട്ട് തിരക്കാണ്. അപ്പൊ അവിടെ എത്ര ഉണ്ടാവൂലേ? ഇന്ന് 5-ാം ദിവസം അല്ലേ ചേച്ചി? 5-ാം ദിവസം. തിരക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൈവശമുള്ള ആഭരണങ്ങളെ കുഴച്ച് മറ്റു വിലപിടിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാണാൻ കഴിയില്ല. ക്ഷേത്രത്തിൽ നിന്ന പ്രദേശങ്ങൾ ഭക്തജനങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ, സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തജനങ്ങൾക്ക് അന്നദാന കൗണ്ടിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അന്നദാനത്തിലേക്കും പൂരമഹോത്സവത്തിലേക്കുമുള്ള ഭക്തജനങ്ങളുടെ സംഭാവനകൾ അവിടെ ഫാമിലി കണ്ടിട്ടല്ല, ചേച്ചീന്റെ നാട്ടിൽ കൂടിയാ കേരളായി. ചേച്ചീനെ
ഓട്ടിക്കല്ലേ ഭയങ്കര തിരക്ക് കാരണം ഉത്സവം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങള് അന്നദാനത്തിലൊന്നും കൂടിയില്ല, എന്താ വെച്ചാൽ അത്രയും വരിയാണ്. പിന്നെ 11 മണിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് വാസേട്ടൻ്റെ വീട്ടിൽ പോവാണ്ട്. പിറന്നാളിൻ്റെ നമ്മളിങ്ങനെ കാത്തൊക്കെ വാസേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി പോണ വഴിക്കുന്ന ഗിഫ്റ്റൊക്കെ വാങ്ങാനും ഉണ്ട്. അപ്പം നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ നിന്നില്ല. വാസേട്ടൻ പിന്നെയും പറഞ്ഞാണ് എന്താ ഭഗവതിൻ്റെ പ്രസാദം കഴിക്കണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നില്ല. ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ അതും പറയാൻ തരുവാണ്. അപ്പം അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഇനി നമുക്ക് 11-ാം തീയതി വരെ ഉണ്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. വരാൻ തോന്നില്ല, അതാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. എന്തോ ഒരു പറയാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അമ്മേൻ്റെ ഒക്കെ കൈ പിടിച്ച് കരഞ്ഞുണ്ട് ഒരു ചേച്ചി. അത്രയും സന്തോഷവും സങ്കടം എല്ലാം ഒരുമിച്ച് വന്ന് കണ്ടതിൽ അതൊരു പോലെ അപ്പോൾ അത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആൾക്കാർ എന്ന് ഓർത്തപ്പോൾ. കുറേ ആൾക്കാർ പേരും പറഞ്ഞു സ്ഥലം പറയും, പക്ഷെ നമുക്ക് ഒന്നും അറിയില്ല. കുറേ ആളായിട്ട് പാലക്കാട് മണ്ണാർക്കാട് എത്രയോ ദൂരത്തൊന്നും അറിയില്ല കേട്ടോ. എന്താണ് പുറത്തേക്കൊക്കെ ഇരിക്കണേ? എന്താ അമ്മേനെ കുറെ ആൾക്കാർ കാണില്ല പരാതി പറയുന്നുണ്ട്. അപ്പൊ അമ്മേനെയും കിട്ടിയിട്ട് ഞായറാഴ്ച ആയപ്പോ ഇന്ന് പണിയൊക്കെ ലീവാക്കിയാണ്ട് ആളെയും കിട്ടിയിട്ടുണ്ട് ഞങ്ങള് എല്ലാരും കൂടി. അപ്പൂസൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൂസ് മുണ്ടണല്ല കേട്ടോ. അപ്പൊ എന്നാ ഞങ്ങള് പോവട്ടെ. ഇനി പോണത് നേരെ നമ്മളെ വാസേട്ടന്റെ വീട്ടിലേക്കാണ് കേട്ടോ. ബൈക്കാണെന്ന് ഉദ്ദേശിച്ചു നമ്മള്. പക്ഷെ ഇത് സ്കൂട്ടിയല്ലേ? സ്കൂട്ടി 4 ഇത് 4900, ഇത് 5450. ഇതിൽ തന്നെ റിമോട്ട് വരുന്ന മോഡലുണ്ട്. അതാകുമ്പോ 5800 വരും. ഇലക്ട്രിക് ആണ് അപ്പുറത്തുണ്ട് വേറെ ഐറ്റംസ്. ഇലക്ട്രിക് ആണ് അപ്പുറത്ത്. ഏതാ പുസ്തകം? ജീപ്പാണോ? ജീപ്പ് ഉണ്ടോ? ജീപ്പിൽ പോവൊക്കെ ചെയ്യാം. അവിടെ ഇരുന്നോക്കാം അല്ലേ? നോക്കാം നോക്കാം. നല്ല റേറ്റ്, അത് നല്ല റേറ്റ് വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇറക്കി ഇരുന്ന് പോകത്തില് ജീപ്പുണ്ടായിരുന്നു. 6500 വരും. ഇതാണ് അത് 5800, 5450 രണ്ട് ഇത് വരുന്നുണ്ട്. ഫോൺ ഓഫ് ചെയ്ത് ഇതിപ്പോ ഓണാക്കിയാല് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. ഇത് ഇത് സെൻട്രലല്ലേ? ഇപ്പോൾ ഇങ്ങനെ ആക്കിയാ ഇതിങ്ങനെ ആക്കിച്ചിട്ട് വണ്ടി വണ്ടി ഇത് റിവേഴ്സ് ബ്ലൂടൂത്ത് അതാണ് സെലക്ട് ആക്കിയത് സാറല്ലേ? ചേച്ചി എപ്പോഴെത്തി പറഞ്ഞില്ല. ചോറിനല്ലോ കഴിഞ്ഞിരിക്കുകയാണ്. അമ്പലത്തിൽ കുറച്ച് വൈകി. 200 ആൾക്കാരല്ലേ? ലാസ്റ്റ് എത്ര ആൾക്കാരാ? 180, 200 അല്ലേ? വലിയ പരിപാടിയാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞപ്പോ എടുക്കാൻ പറ്റില്ല. കേക്കൂരൊക്കെ നമ്മൾ വന്നപ്പോ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ബ്ലോക്കിൽ പെട്ടേ അതുണ്ടായത്. അങ്ങാടിപ്പുറം നല്ല ബ്ലോക്ക് ആയിരുന്നു. എന്നാലും നമ്മള് വിചാരിച്ച സമയത്ത് പെട്ടു കൂടി. ക്ഷണിക്കപ്പെട്ടവരൊക്കെ വന്നു. ഇനി കൊറേ ആൾക്കാർ പോയി. പിന്നെ കൊറേ ആൾക്കാരുണ്ട്. 2:45. പിന്നെ നമ്മളെ പിറന്നാള് കുഞ്ഞുവാവ് ഉറങ്ങി നീക്കട്ടെ കേട്ടോ. ഭക്ഷണം ബിരിയാണി ആയിരുന്നു. അതുണ്ടാക്കിയാണ് സാർ കേട്ടോ. നല്ല ഭക്ഷണം, അടിപൊളി ബിരിയാണി. ബിരിയാണി ഞങ്ങളൊക്കെ കഴിച്ചു. അമ്മ കണ്ടിട്ട് കയറി ഇരിക്കാൻ തോന്നുന്നുണ്ട്. ബൈക്ക് എടുത്തോണ്ട് മുന്നിക്ക് നോക്ക്. എവിടെ
ഇപ്പൊ അതാ ട്രെൻഡിങ് അല്ലേ ഇതില്ലേ? ഇപ്പൊ അത് ട്രെൻഡിങ് ഇതാണ്. ഞാനവിടെ കണ്ടു ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് എടുക്കണം എന്നൊക്കെ. പിന്നെ ഇതൊക്കെ എവിടെ പറഞ്ഞു അല്ല സ്കൂട്ടി ഇല്ല, റിമോട്ടാട്ടത്. സെറ്റാക്കി നമുക്ക് ആൾക്കാർ ഇഷ്ടമല്ലേ, അച്ഛനൊക്കെ വാങ്ങാലോ. കുഞ്ഞാളിക്ക് ഇരുന്നിട്ടുള്ള നേക്കായിട്ടില്ല. ശുചിതാര പറഞ്ഞെടുത്താ ഇത് നമ്മുടെ മൂത്ത പ്രസിദ്ധ ചേച്ചിന്റെ ചേച്ചി, അതായത് പ്രസിദ്ധ മൂത്ത മരുമോളെ ചേച്ചി. നോക്കട്ടെ അച്ഛന് സൗണ്ട് കൂട്ടാണ്ടോ നോക്കട്ടെ കേട്ടോ. ചാർജ് കാണിക്കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ഇതാ നമ്മളെ പിറന്നാള് കുട്ടിട്ടോ. ഉറങ്ങിയതേന്ന്, ഉറങ്ങി നീറ്റ് വരിക. അത് വലിയൊരു അങ്ങനെ നോക്കോ പോട്ടെ. അത് അമ്മച്ചനും ഇത് അച്ഛനും ആണ് കേട്ടോ. അപ്പുറം അപ്പുറം നിക്കണേ. ചവിട്ടി കൊടു, ചവിട്ട് 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 മറ്റോരത്ര ആവണം. ചേച്ചിനെ പറഞ്ഞു, ചേച്ചിനെ പറഞ്ഞു. നമ്മളെ അമ്മേന്റെ അനിയത്തിയുടെ ഇവിടെ വന്നപ്പോ എല്ലാരും കാണാട്ടോ. നാളെ വന്നപ്പോ എല്ലാരും ഒന്നും കാണിക്കാനൊന്നും പറ്റിയിരുന്നില്ല, തിരക്കല്ലേ. കുറെ ആൾക്കാർ പോയി. ഒരാള് പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ചേച്ചി ഉണ്ടായിരുന്നു, ഇപ്പൊ ഗൾഫിലെത്തി. അത് ഇപ്പോഴാണ് അറിഞ്ഞത്. കഴിഞ്ഞ മാസം ഗൾഫിൽ പോയി ഇവരെ ചേച്ചിയില് ചേച്ചി. നാത്തും നാത്തും. അപ്പൊ അതറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോ വീഡിയോ കോൾ ചെയ്തപ്പോ അറിഞ്ഞേ. അതെ ഇതൊന്ന് വന്നു പോയി. ആണല്ലേ. അപ്പൊ ഗൾഫിലെത്തിയ ആള് കേട്ടോ. പക്ഷെ പരിപാടിക്കൊക്കെ കൂടുന്നതല്ലേ. അവിടെ ഇരുന്ന് വിളിക്കും. അതെ, അവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷം കൊണക്കൂടെ കാണാനായി. അത് കാരണം പിന്നെ അച്ഛന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഹായ്, വന്നതിലും കണ്ടതിലും സന്തോഷം. അതെ, വീഡിയോയിൽ മാത്രമേ കാണാറുള്ളൂ, നേരിട്ട് കണ്ടതിൽ വലിയ സന്തോഷം. ഞങ്ങളെ ഫാമിലി ഫ്രണ്ടാണ്, അതിലും സന്തോഷം. ലൈറ്റ് കമ്മിയുള്ള ഇവിടെ ഇവിടെ നമുക്ക് കൊറേ സാധനങ്ങൾ കണ്ടോ. വാസന്റെ പഴയ സാധനങ്ങൾ, ഹാർമോണിയം, എന്തൊക്കെയാ വാസനത്തിന്റെ പേര്? ഇതിന്റെ പേരെന്താ? പള്ളിക്ക് അതാണ് പഴഞ്ചക്കോര. അപ്പൊ ഞന്റെ ഫോട്ടോയുടെ കമ്മി എന്റെ ഫോട്ടോത്തിന്റെ കമ്മിന്റെ അറിയുമ്പോലെ വെക്കണം. മാളുഷേ ആന്റിന്റെ ഫോട്ടോ വെക്കണ്ടേ? പഴയ പൈസകള്, ആന്റിന്റെ വീട്ടിക്ക് പറഞ്ഞോ? ഇല്ലേ പൈസ പണ്ടത്തെ പള്ളിയില് ചോറുണ്ടോണേ. പണ്ട് പള്ളിയിൽ ചോറുണ്ടല്ലേ, പള്ളിയെ മുക്കുറിമാരായിരിക്കും. അപ്പൊ ഇതിനൊക്കെ പഴയ നാണയങ്ങൾ ശേഖരിച്ച ഒക്കെ പഴയ പൈസ ഓട്ടക്കാരാണ്. ഓട്ടക്കാല് പണ്ടത്തെ പൈസ ചെയ്ത് ഓട്ടക്കാര്. ഒരു മുക്കാലിന്ന് പറയുമല്ലോ അല്ലേ? സാരി സൂപ്പറാണ്. പിന്നെ ആരെയും കാണിക്കാൻ പറ്റില്ല. കൊറേ ആൾക്കാരൊന്നും ആരെയും കാണിക്കാൻ പറ്റില്ല. നേരം വഴി ഞങ്ങൾ വരാൻ അതാ പറ്റിയത്. അതാ പറ്റിയത്. ചെറിയ ഇതൊക്കെ ഉണ്ട്. കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ആദ്യമൊക്കെ എപ്പോഴും പറഞ്ഞിരുന്നു. ശരി, നേരെ കാണിക്കാനുള്ള ചേച്ചിയാക്കനവിടെ എല്ലാരും പോയി. വന്നു ഭക്ഷണം കണ്ട് ഞങ്ങള് മൂന്നാളെയും കണ്ട് ഞങ്ങൾ രണ്ടാളും പറയും. ചേട്ടാ ഞങ്ങള് പോയല്ലോ. എന്നാ വരിഞ്ഞ് ഞങ്ങൾ നല്ല ദിവസം വരാം. ഏത് നല്ല ദിവസം ഉണ്ടാവട്ടെ. ബാക്കിക്ക് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ശരിയാവും. കൊറേ പുതിയ കുട്ടിക്ക് വന്നില്ലല്ലോ. അല്ല വന്നുണ്ട് അടുക്കളേക്ക്. അടുക്കള അടുക്കള കാണാൻ ചടങ്ങുണ്ട്. അടുക്കള കാണാൻ ചടങ്ങുണ്ട്.
ആ ചടങ്ങിക്ക് വന്നിട്ടില്ല. അല്ല നമ്മളെന്തിനാ ഇനി നിക്കണേ? ഇനി വേറെ ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അതിനാണ് ഈ നിക്കണേ. അത് പോകുമ്പോ ഒരു ചടങ്ങ് കണ്ടാ കവറിലൊക്കെ ആക്കിയിട്ടുള്ള ഒരു ചടങ്ങാണേ. ലാസേട്ടാ ഞങ്ങളിപ്പം പോണോ? പെരുന്തൽമണ്ണയ്ക്കുണ്ടോ? ഞങ്ങക്കേ പെരുന്തൽമണ്ണ ബ്ലോക്ക് ആവും പറഞ്ഞിട്ട് കേട്ടോ. ആരൊക്കെ അല്ല കവറ് ഞാൻ കണ്ടു. എവിടെ കുഞ്ഞാവാ? എടുത്ത് വണ്ടി എവിടെ കുട്ടീന്റെ? വണ്ടി എടുക്കണ ഇഷ്ടല്ല, അതാണ് അതിലിങ്ങനെ പോവാനാണേ. ഇങ്ങോട്ട് നോക്കിയേ, നോക്കൂലേ? അതല്ലേ പെറുക്കി തിന്നോ? ആ ടാറ്റ 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 കുഞ്ഞുണ്ണി, ടാറ്റ ടാറ്റല്ലേ? എന്താ പേര് പറഞ്ഞത് നിങ്ങളെ? ചിഞ്ചു. ശരി, ചിഞ്ചു വർത്താനം പറയൽ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോ അത്ര പറഞ്ഞില്ല, ഇപ്പൊ കണ്ടപ്പോ പറയുന്നുണ്ട്. അതങ്ങനെ തന്നെയല്ലേ? ആദ്യമായിട്ട് കാണല്ലേ? ഓരോന്നോരോന്ന് പറയുമ്പോ ഇങ്ങനെ കുഴിതെടുത്തിട്ടോ ഓരോല്ലേ ചെറുതാണല്ലോ. പിന്നെ ഇലയും കൊണ്ട് പിന്നെ വരുമ്പോ ചെറുതാവില്ലേ? ഈ ജനിച്ചപ്പത്രം ഞാൻ കട്ടാക്കൂല, ഞാൻ ഒന്നും കട്ടാക്കൂല. അറിയോ അവരുടെ ബിറ്റായി അപ്പൊ ഞങ്ങള് പോവാണ്. ഇനി നാളെ കാണാം അല്ലേ? ഞങ്ങൾ പോകാൻ പൂതിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞു കൊറേ പറയാനൊക്കെ ഉണ്ട്. പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുണ്ടായത്. പറഞ്ഞിട്ടുണ്ട് കൊറേ, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഞങ്ങൾ ഇനി പിന്നെ ഒരു ദിവസം വരും. ഞങ്ങൾക്ക് പെരുന്തൽമണ്ണ ഇനി വരാണ്ടല്ലോ. ആ വരുമ്പോ അപ്പൊ പിന്നെ കാണാം. അപ്പൊ ശരി കേട്ടോ, പിന്നെ കാണേ. ബൈ.